പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എല്ലാ കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏത് കരിയർ ഞാൻ ചൂസ് ചെയ്യണമെന്നുള്ളത്. ഒരുപക്ഷെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിൽ സയൻസ് ആയിരിക്കാം, കൊമേഴ്സ് ആയിരിക്കാം, ഹ്യൂമാനിറ്റീസ് ആയിരിക്കാം, അങ്ങനെ പല സ്ട്രീമുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ മുന്നിൽ നിരവധി ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. മിക്കവാറും കുട്ടികൾ ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സാണ് നഴ്സിംഗ്. നഴ്സിംഗ് താല്പര്യമില്ലാത്ത കുട്ടികളാണ് മറ്റുള്ള കോഴ്സുകൾ, മറ്റു പാരാമെഡിക്കൽ കോഴ്സുകൾ, ഫിസിയോതെറാപ്പി, ഫാർമസി തുടങ്ങിയുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുക. ഇതുകൂടാതെ തന്നെ വലിയൊരു വിഭാഗം കുട്ടികളാണ് ടെക്നിക്കൽ കോഴ്സുകൾ, പോളിടെക്നിക്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് തുടങ്ങിയുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ആസ്പദമാക്കിയിട്ടുള്ള BCA, മറ്റുള്ള കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള BCom, BBA അങ്ങനെയുള്ള നിരവധി കോഴ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കൂടാതെ ഫാഷൻ ടെക്നോളജി, ഹോട്ടൽ മാനേജ്മെന്റ്, അഗ്രികൾച്ചർ അങ്ങനെ മറ്റുള്ള ഓപ്ഷൻസും ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാ കുട്ടികൾക്കും വരുന്ന ഒരു കൺഫ്യൂഷനാണ്, ഇത്രയും കോഴ്സുകൾ മുന്നേ ഉണ്ട്, ഏത് കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണമെന്നുള്ളത്. ഈ ഒരു സമയത്താണ് കരിയർ എക്സ്പേർട്സിന്റെ ആവശ്യകത വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് ഏറ്റവും മികച്ച കോഴ്സുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടതായിട്ട് വരിക. കാരണം നിങ്ങൾ ഇപ്പോൾ സെലക്ട് ചെയ്യുന്ന കോഴ്സിനെ ആസ്പദമാക്കിയായിരിക്കും നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോവുക. നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ ഏത് ഫീൽഡിൽ നിങ്ങൾ ഏത് ഫീൽഡിലേക്ക് എത്തിച്ചേരണം, ഏത് രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിലുള്ള എക്സ്പേർട്ട് അഡ്വൈസസ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ജോലി സാധ്യതകൾ, അതുപോലെ തന്നെ ഓരോ കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കംപ്ലീറ്റ്ലി 100% താല്പര്യപ്പെട്ടിട്ടാണോ സെലക്ട് ചെയ്തത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ നമ്മൾ ഓരോ കോളേജുകൾ സെലക്ട് ചെയ്യുമ്പോഴും പല മാനദണ്ഡങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് നഴ്സിംഗ് കോഴ്സുകളിലേക്ക് നോക്കുമ്പോൾ നിരവധിയായിട്ടുള്ള നഴ്സിംഗ് അഫിലിയേഷൻസ്, പല അഫിലിയേറ്റഡ് ബോഡിയുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ, അതുപോലെ തന്നെ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ, യൂണിവേഴ്സിറ്റി തുടങ്ങിയുള്ള അഫിലിയേഷൻസ് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ടെക്നിക്കൽ കോഴ്സുകൾ നോക്കുമ്പോൾ AICTE അഫിലിയേഷൻസ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ കോഴ്സുകൾക്കും അതിന്റെ എക്സ്പേർട്സിന്റെ അടുത്തു നിന്നുള്ള ഒപ്പീനിയൻസ്, അഡ്വൈസസ് കിട്ടിയാൽ മാത്രമായിരിക്കും ഏറ്റവും ബെസ്റ്റ് കോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ കോളേജുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി പരിഹരിക്കാനാണ് പ്രൊഫഷണൽ അഡ്വൈസേഴ്സ് സ്റ്റുഡന്റ് സപ്പോർട്ട് സെൽ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ സംഘടന നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ ഏകദേശം 15-ൽ കൂടുതൽ അഡ്വൈസേഴ്സ് ഈ ഒരു സംഘടനയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓരോ ഫീൽഡിലും ഉള്ള എക്സ്പേർട്സ്, ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നഴ്സിംഗ് രംഗത്ത് ഏകദേശം 17 വർഷത്തോളമായിട്ട് നഴ്സിംഗ് അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള നിരവധി കോളേജുകളെ കുറിച്ചും അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് കുട്ടികൾക്ക് അഡ്വൈസസ് നൽകുന്നത്. എന്ന് പറയുന്നത് പോലെ ഓരോ ഫീൽഡിലുമുള്ള എക്സ്പേർട്ടുകൾ നമ്മുടെ ഈ ഒരു പ്രൊഫഷണൽ സംഘടനയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരുടെ അഡ്വൈസസ് കൂടെ ഉൾപ്പെടുത്തിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് ഏറ്റവും മികച്ച ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കരിയറിൽ ഏറ്റവും മികച്ച ഒരു കോഴ്സ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും പല ഏജന്റുമാരുടെയും പലരുടെയും തട്ടിപ്പുകളിൽ നിന്നൊക്കെ മാക്സിമം നിങ്ങളെ ഫ്രീ ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതായത് ഏറ്റവും ഫീസ് കുറഞ്ഞ് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ തന്നെ നിങ്ങൾക്ക് കോളേജുകളിൽ അഡ്മിഷൻസ് ലഭിക്കുവാനായിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള മികച്ച കോളേജുകളായിരിക്കും സെലക്ട് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സുകളിൽ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് വരണം താല്പര്യപ്പെടുന്നുണ്ട്, ഏതെങ്കിലും കോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ കോളേജുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും എല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം ഐഡിയും എല്ലാം ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു അപ്ഡേറ്റുമായി ഉടനെ കാണാം. നന്ദി.